ഹേ എവ്രി വൺ. സോ നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്നറിയോ? ഡെൻറ്റിസ്ട്രി. നമ്മൾ ഡെൻറ്റിസ്റ്റുകൾക്കൊക്കെ അറിയാനുണ്ടാവും. പക്ഷേ ഇന്നൊരു കാര്യം സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ഒരു 15 years old പേഷ്യൻറ്റിൻ്റെ ഫാദർ വാസ് ഇൻഫോംഡ് ദാറ്റ് ദി റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് വിൽ ഓൺലി ബി അവൈലബിൾ അറ്റ് മോർണിംഗ്. സോ ഇയാൾക്ക് മോർണിംഗ് വരാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ഹി വാസ് ടെല്ലിങ് വാസ്, ഇയാളുടെ സൗകര്യത്തിന് റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് വരണം. അപ്പോൾ അത് നമ്മൾ വില്ലിങ് അല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇയാൾ പറഞ്ഞു, ഒക്കെ നിങ്ങളുടെ സൗകര്യത്തിനാണോ, ഞങ്ങളുടെ സൗകര്യവും കുറച്ച് നോക്കണ്ടേ, അതിനനുസരിച്ചൊരു ഡോക്ടേഴ്സ് വരണ്ടേ, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇത്രയും പഠിച്ച് വീണ്ടും സ്പെഷ്യലൈസ് ചെയ്ത് വീണ്ടും ഓരോ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്ത്, അപ്പം ആ ഡോക്ടറിൻ്റെ ടൈം അനുസരിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് പേഷ്യൻ്റ് വരണോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സൗകര്യത്തിന് ഡോക്ടേഴ്സ് ഓരോ ക്ലിനിക്കിൽ പോകണം? ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആക്ച്വലി. ഈ പേഷ്യൻ്റ് മാത്രമല്ല, വേറെയും പല പേഷ്യൻസും ഉണ്ട്. ലൈക്ക് നമുക്കുള്ളൊരു ബേസിക് റെസ്പെക്റ്റ്, വി ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ബേസിക് റെസ്പെക്റ്റ്. സി, നമുക്കിപ്പം ഭയങ്കര ഇത് വേണം, അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ രീതിയിൽ സംസാരിക്കണം എന്നൊന്നും ആരും ആവശ്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റെസ്പെക്റ്റ് എല്ലാവരും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇറ്റ് വിൽ ബി ഗുഡ്. കുറേ പേഷ്യൻസ് പറയും, ഞാൻ യൂട്യൂബിൽ കണ്ടത് അങ്ങനെയല്ലല്ലോ, യൂട്യൂബിൽ കണ്ടത് ഇങ്ങനെയല്ലല്ലോ. യൂട്യൂബിൽ നിങ്ങൾ കാണുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ ഡോക്ടറിൻ്റെയും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഡിഫറെൻ്റ് ആണ്, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ആയിരിക്കില്ല വേറൊരു ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. അത് മോസ്റ്റ്ലി പല ആൾക്കാർക്കും മനസ്സിലാക്കാൻ താല്പര്യമില്ല. പിന്നെ പലരും പറയുന്ന കാര്യമാണ്, നമ്മൾ ഡെൻറ്റിസ്റ്റ് ആണ്, ഡോക്ടേഴ്സ് അല്ല എന്നുള്ളത്. അതെന്ത് ബേസിസില്ല എന്നുള്ളത് ആക്ച്വലി ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ അസോസിയേഷൻസും തരുന്ന പ്രിഫിക്സ് തന്നെയാണ് ഡോക്ടർ എന്നുള്ളത്. നമ്മളും 5.5 years പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ട് തന്നെയാണ് ഈ പൊസിഷനിലെത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഈവൻ ആഫ്റ്റർ ദി BDS 3 years MDS എടുത്തിട്ടാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. സോ ഒന്നും ഫ്രീ ആയിട്ടും ഈസി ആയിട്ടും കിട്ടുന്നതല്ല ആർക്കും. ഓക്കെ, അപ്പം ഐ സോ വൺ റീസെൻറ്റ് പോസ്റ്റ്, സം ഡോക്ടേഴ്സ് സേയിങ് ഡെൻറ്റിസ്റ്റ് ആർ നോട്ട് ഡോക്ടേഴ്സ് ആൻഡ് ഓൾ. സോ നമ്മളും പഠിക്കുന്നത് അനാറ്റമി തന്നെയാണ്, നമ്മളും പഠിക്കുന്നത് ഫിസിയോളജി, ബയോകെമിസ്ട്രി എല്ലാം നമ്മളും പഠിക്കുന്നുണ്ട്. ഈവൻ നമുക്ക് കൂടുതൽ സ്പെഷ്യലൈസേഷൻ വരുന്നത് ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലാണ്. ആ ഒരു ഡിഫറൻസേ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് 3rd year ഓൺവേർഡ്സ് തന്നെ പേഷ്യൻറ്റിനെ ഡയറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും, പേഷ്യൻറ്റിനെ നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫൈനൽ ഇയർ ആയിക്കഴിഞ്ഞാൽ LAs അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഡോക്ടേഴ്സ് എന്ന് വിളിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ ഒന്നുമല്ല, ഒരു ബേസിക് റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ആരും ഒരു പൊസിഷനിലും എളുപ്പത്തിലല്ല എത്തുന്നത്. ഇപ്പം പല പേഷ്യൻസിൻ്റെയും ഒരു നമ്മുടെ നാട്ടിലൊരു ബേസിക് പാറ്റേണായി മാറിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഡോക്ടറിൻ്റെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൻ്റെ മിസ്റ്റേക്കാണ്, ഡോക്ടറിനെ കംപ്ലയിൻറ്റ് ചെയ്യണം, ഡോക്ടറിനെ കയറി അടിക്കണം. ഈ ഒരു മെൻറ്റാലിറ്റി ആദ്യം ചേഞ്ച് ആവുക ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ ഡോക്ടേഴ്സും പെർഫെക്റ്റ് ആണ്, മിസ്റ്റേക്സ് ഉണ്ടാക്കില്ല എന്നല്ല. ഡോക്ടേഴ്സ് ക്യാൻ ഓൾസോ മേക്ക് മിസ്റ്റേക്സ്. പക്ഷെ അത് ഇങ്ങനെ ഡോക്ടറിൻ്റെ മാത്രം മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ഒരു ചെറിയ റിയാക്ഷൻ വന്നാൽ വരെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മിസ്റ്റേക്ക് കാരണമാണ് എന്നുള്ളൊരു അസംഷൻ, ഒരു പ്രീ അച്ചീവ്ഡ് അസംഷൻ, അതാണ് ഒന്ന് ചേഞ്ച് ആക്കേണ്ടത്. അപ്പോൾ ഒന്നുമില്ല, ബേസിക്കലി ട്രസ്റ്റ് അസ്. നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നവരില്ല എന്നല്ല കേട്ടോ. പക്ഷേ മെജോറിറ്റി ഓഫ് അസ് നമ്മൾ പ്ലഡ് ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടാണ്, പേഷ്യൻസിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ മെജോറിറ്റി ആൾക്കാരും പേഷ്യൻസിൻ്റെ ഒരു വെൽബീയിങ്ങിനല്ലാതെ വിഷയമില്ല. സോ നിങ്ങളുടെ വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കുക, അത്രേ പറയാനുള്ളൂ. താങ്ക് യു.